നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരായ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്തു. രാവിലെ 11-ന് ആരംഭിച്ച് രാത്രിയും തുടർന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൗൺസിലറുമായ PK ഷാജനെയും ED ഇന്നലെ രാത്രി ചോദ്യം ചെയ്തു. ഷാജനെ രാത്രി 10-ഓടെ വിട്ടയച്ചു. ദേശസാൽകൃത ബാങ്കിന്റെ തൃശൂരിലെ ശാഖയിൽ നിന്നും വൻതുക പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആദായനികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യൽ. പിൻവലിച്ച തുക CPMന്റെ അക്കൗണ്ടിൽ നിന്നാണെന്ന് ഇന്നലെ രാവിലെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പാർട്ടി നൽകിയ റിട്ടേണിൽ ഈ ഇടപാട് രേഖപ്പെടുത്തിയിട്ടില്ല. ബാങ്കിൽ പരിശോധന നടത്തി ശേഖരിച്ച രേഖകൾ സഹിതമാണ് ആദായനികുതി ഉദ്യോഗസ്ഥർ ED ഓഫീസിലെത്തി വർഗീസിനെ ചോദ്യം ചെയ്തത്. CPMന് ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന കണ്ടെത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ED ചോദിച്ചത്. ജില്ലയിലെ മറ്റു സഹകരണ ബാങ്കുകളിലെ 15 അക്കൗണ്ടുകളുടെ വിവരങ്ങളും തേടിയതായാണ് സൂചന. 4ാം തവണയാണ് വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നത്. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കാൻ CPM ജില്ലാ കമ്മിറ്റി നിയമിച്ച കമ്മീഷനിൽ അംഗമായിരുന്നു ഷാജൻ. കമ്മീഷൻ അംഗമായിരുന്ന മുൻ MP PK ബിജുവിനെ വ്യാഴാഴ്ച ചോദ്യം ചെയ്തിരുന്നു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ബിജുവിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. CPMന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പണം കൈമാറാൻ മാത്രമല്ല, നിക്ഷേപിക്കാനും ഇനി യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് കാർഡ് ഉപയോഗിക്കാതെ ATMൽ നിന്നും പണം പിൻവലിക്കുന്നതിനോടൊപ്പം പണം നിക്ഷേപിക്കാനുള്ള സൗകര്യം കൂടി അവതരിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് അറിയിച്ചു. ഇതോടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ UPI വഴി പണം നിക്ഷേപിക്കൽ എളുപ്പമാകും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇതുവരെ പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നത്. UPI വഴി പണം പിൻവലിക്കുന്നതിനോടൊപ്പം നിക്ഷേപിക്കാനും ATM വഴി ഇനി കഴിയും. ബാങ്ക് ശാഖകളിലെ ജോലിഭാരം കുറയ്ക്കുന്നതിനൊപ്പം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കൂടിയാണ് തീരുമാനം. UPIയുടെ ജനപ്രീതിയും സ്വീകാര്യതയും കണക്കിലെടുക്കുമ്പോൾ കാർഡില്ലാതെ പണം പിൻവലിക്കലും നിക്ഷേപിക്കലും അക്കൗണ്ട് ഉടമകൾക്ക് സൗകര്യപ്രദമാകും. എപ്പോൾ മുതൽ പുതിയ രീതിയിൽ കാർഡില്ലാതെ പണം നിക്ഷേപിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ RBI ഗവർണർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിലും വരും ദിവസങ്ങളിലെ വ്യക്തത വരികയുള്ളൂ. നിലവിൽ UPI ഉപയോഗിച്ച് കാർഡ്ലെസ് പേയ്മെന്റുകൾ നടത്താൻ സാധിക്കുന്നുണ്ട്. ഇതേ മാതൃക തന്നെയാകും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലും നടപ്പിലാക്കുക എന്നതാണ് സൂചന. UPI വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് രാജ്യത്ത് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മാർച്ചിലെ UPI ഇടപാടുകൾ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസം മാത്രം 19.78 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ഇടപാടുകളിലാണ് നടന്നത്. 2023 മാർച്ചിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 40% വർധനയുണ്ടായി. ഇടപാടുകളുടെ എണ്ണം മാർച്ചിൽ 1344 കോടിയായി ഉയരുകയും ചെയ്തു. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank. സംസ്ഥാന സഹകരണ യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിനായുള്ള അടിസ്ഥാന യോഗ്യതയായ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ 2024-25 വർഷത്തെ കോഴ്സിലേക്കായി ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് www.scu.kerala.gov.in. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴിയെടുക്കവേ ആദായനികുതി ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലെത്തി. വൈകിട്ട് 6:30-യോടെയാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ സംഘം വാറന്റുമായി എത്തിയത്. 3 മണിക്കൂറിലേറെ വർഗീസിന്റെ മൊഴിയെടുത്തു. ഒരു ഫോൺ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. ഇതിനോടൊപ്പം തൃശൂരിലെ ചില ഇടങ്ങളിലും റെയ്ഡ് നടത്തി. കരുവന്നൂരിൽ CPMന് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വർഗീസിനെ ED മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നത് വർഗീസ് നിഷേധിച്ചു.